UAE വിസിറ്റ് വിസ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആരെങ്കിലും വിസിറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിന്യൂവൽ, എക്സ്റ്റൻഷൻ തുടങ്ങി പല കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു ധാരണ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. വിസിറ്റ് വിസയിൽ നിന്ന് വന്നുകൊണ്ട് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ നിങ്ങൾ എവിടെ നിന്നാണോ വിസിറ്റ് വിസ എടുത്തിട്ടുള്ളത് അവരുടെ അടുത്ത് നിന്നും തന്നെ 2 മാസം, അതായത് ആദ്യത്തെ 1 മാസം എക്സ്റ്റെൻഡ് ചെയ്യാം, വീണ്ടും ക്യാഷ് എടുത്ത് 1 മാസം കൂടെ, അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഇൻസൈഡ് കൺട്രി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെയുള്ള ഓപ്ഷന്, കാരണം അതിന് അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ട്, 1000 ദിറംസ് വീതം ഓരോ മാസത്തിനും ഉണ്ടായിരിക്കും. അപ്പോൾ അത് 2000 ദിറംസ് 2 മാസത്തേക്ക് മാത്രം വന്നു. പിന്നുള്ളൊരു ഓപ്ഷനാണ് ഒമാന് പോയി വരിക. അത് ബസ് മാർഗം പോകാം. ബസ് മാർഗം പോകുമ്പോൾ പ്രത്യേകം അറിഞ്ഞിരിക്കാനുള്ളൊരു കാര്യം, ദുബായ് വിസിറ്റ് വിസ എടുത്ത ആളുകളാണെങ്കിൽ എപ്പോഴും വിസിറ്റ് വിസ എക്സ്റ്റെൻഡ്, അതായത് റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് ഷാർജ വിസയാണ് ലഭിക്കുക. അപ്പോൾ ഫ്ലൈറ്റ് വഴി പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിനൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്. എന്നാൽ റെസിഡൻസി വിസയിൽ നിന്ന് ക്യാൻസൽ ചെയ്ത ആളുകളാണെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇല്ലാതെ തന്നെ ഫ്ലൈറ്റ് മാർഗം പോകാം. എന്നാൽ ബസ് മാർഗം പോകുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അത് വിസിറ്റ് വിസയിൽ നിന്നും വിസ റിന്യൂവലിന് പോകുന്ന ആളാണെങ്കിൽ പോലും, ഇനി റെസിഡൻസി വിസ ക്യാൻസൽ ചെയ്തുകൊണ്ട് പോയി വരുന്ന ആളാണെങ്കിൽ പോലും ഒരു ഇഷ്യൂ വരുന്നില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ വിസിറ്റ് വിസ റിന്യൂവലിന് പോയി കഴിഞ്ഞാൽ 100-ൽ 2-3 ആളുകളുടെയൊക്കെ എപ്പോഴും ഡിലേ വരാറുണ്ട് അപ്രൂവലിൻ്റെ കാര്യത്തിലൊക്കെ. അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. പോകുന്ന സമയത്ത് നമ്മുടെ ട്രാവൽസ് അടക്കം എല്ലാ ട്രാവൽസാരും പറയുന്ന പോലെ ചിലപ്പോൾ എക്സ്പെൻസ് എക്സ്ട്രാ വന്നേക്കാം. അവിടെ എക്സ്ട്രാ താമസിക്കുന്ന എക്സ്പെൻസ് ഒക്കെ എപ്പോഴും കരുതി വെക്കേണ്ടതാണ്. എന്നിരുന്നാൽ പോലും അപ്രൂവൽ ചാൻസ് എപ്പോഴും കൂടുതൽ തന്നെയാണ്. ചില റയർ കേസ് ആളുകളുടെ മാത്രം വരാറുണ്ട് എന്ന് കൂടെ ഓർമ്മിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പോൾ വിസിറ്റ് വിസ റിന്യൂ ചെയ്യാനോ പുതുതായി വിസിറ്റ് വിസ എടുക്കാനോ ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. താങ്ക്